ഹായ് ഗായ്സ്, വെൽക്കം ടു ശിവ വേൾഡ്. ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഇവിടെയുള്ള മുനിമടയാണ്. എൻ്റെ വീട് കുന്നംകുളത്താണ്, കുന്നംകുളം കക്കാട്. അപ്പോൾ കക്കാട് ഒരു മുനിമട ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചത് കുറേ കാലം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകമാണത്. അപ്പം മുനിമടയാണ് ഇന്ന് നമ്മൾ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ച നമുക്ക് അവിടെ പോയി കാണാം. കേറാണ് വഴിയാണ്. അപ്പൊ നമ്മള് മുനിമടയിലെത്തി. ഇതാണ് ഗായ്സ് മുനിമട എന്ന് പറയണത്. നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതെന്താന്ന്. നമുക്ക് ഇതിൽ വെട്ടുകല്ലുകൊണ്ട് 3 സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനുള്ളതാണ് ഗൈസ്. അവിടെ ഒരു ദ്വാരം കാണാം. അങ്ങനെയാണ് നേരെ ഉള്ളിലേക്ക് കിടക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഒരു റൗണ്ടാണ്, റൗണ്ട് മാതിരിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതിലിവിടെ ഒരു ശയനശീല ഉണ്ട്. ഇതൊക്കെ വെട്ടുകല്ലുകൊണ്ട് പണിതുള്ളതാണ്. ശയനശീലയാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് മൺപാത്രങ്ങള് അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങളൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രാചീന കാലത്തെയാണ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സ്മാരകം വെട്ടുകല്ല് ഗുഹ ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു ഗവേഷണത്തിൻ്റെ കീഴിലാണ്. അത് കാരണമാണ് ഭയങ്കര സേഫായിട്ടിരിക്കുന്നത്. കേന്ദ്ര പുരാവസ്തു ഗവേഷണത്തിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഇത് അത്രയും എന്താ പറയുക സുരക്ഷിതമായിട്ടാണ് ഇവർ വെച്ചുള്ളത്. 4 പാടും ഇവർ കണ്ടില്ലേ ഗ്രില്ല് ഇങ്ങനെ ഇതിട്ടിട്ട് മറച്ചിട്ടുണ്ട്. അപ്പുറത്തൊക്കെ വീടുകളാണ്. അതിൽ നിന്ന് വേർതിരിച്ചിട്ടാണ് ഇത് നിർത്തിയുള്ളത്. ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾക്ക് കക്കാട്ടുകാർക്ക്. കാരണം ഞങ്ങളുടെ നാട്ടിലൊരു ചരിത്ര സ്മാരകം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു തന്നെയാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ വിശേഷങ്ങളും വേറിട്ട കാഴ്ചകളുമായിട്ട് അടുത്തൊരു വ്ളോഗിൽ വരുന്നത് വരെ ബൈ.